ട്രാവൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് നമ്മുടെ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറെ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു കാര്യം, മറക്കാനാവാത്ത ഒരു വലിയൊരു നൊസ്റ്റാൾജിക് ഫീലും എന്ന് പറയുന്നത് പുൽക്കൂട് എന്നുള്ള സംഭവമാണ്. പുൽക്കൂട് എങ്ങനെ നിർമ്മിക്കാനുള്ള ഒരു ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പുൽക്കൂട് നിർമ്മാണത്തില് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വെറും 100 രൂപ നിരക്കില് നമുക്ക് 100 രൂപയുടെ ചെലവില് നമുക്ക് ഒരു 1.5 അടി നീളവും 1 അടി വീതിയും 1.5 അടി ഹൈറ്റുമുള്ള ഒരു പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ റീപ്പർ എന്ന് പറയും. നമ്മുടെ ഗ്ലാസ് കടകളിൽ നിന്നും ലഭ്യമാകുന്ന റീപ്പറാണ്. 2 തരത്തിലുള്ള റീപ്പർ, 2 സൈസിലുള്ള റീപ്പർ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് 3/4 x അര, അതായത് 3/4 കര റീപ്പർ. ഇത് 1/2 x അര അടി വീതിയും 1/2 x അര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീപ്പറാണ്. അരക്കര എന്ന് പറയും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുള്ളാണിയാണ്. 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള മുള്ളാണി, ഏകദേശം ഈ വലുപ്പമാണുള്ളത്. ഇതൊരു 100 ഗ്രാം മുള്ളാണി 10 രൂപ വരുള്ളൂ. മുള്ളാണി 100 ഗ്രാം. ഓക്കെ. അടുത്തത് അതിനുശേഷം വേണ്ടത് ഒരു കെട്ട് വൈക്കോല്. വൈക്കോല് എന്ന് പറയുന്നത് വൈക്കോല് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ വൈക്കോല് മേടിക്കുക. ഒരു കെട്ട് വൈക്കോല് മേടിക്കുക. അത് ഏകദേശം ഒരു 12 രൂപ 13 രൂപ റേഞ്ച് വരുള്ളൂ. അല്ലെങ്കിൽ തൊട്ടപ്പുറപ്പുറമൊക്കെ കാണുന്ന ഉണങ്ങിയ പുല്ലെടുക്കുക. ഇതും കിട്ടാത്ത ടൗൺ ഏരിയയിൽ താമസിക്കുന്നവരാണെങ്കിൽ പുൽപ്പായ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ റൂഫായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് റീപ്പർ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇതുണ്ടാക്കാനായിട്ടുള്ള റീപ്പർ കട്ട് ചെയ്യാം. ഈ 3/4 അര എന്നുള്ള റീപ്പർ നമ്മൾ ഒരു 1.5 അടിക്ക് 2 പീസ് കട്ട് ചെയ്യാൻ പോകണ്ട. 1.5 അടിക്ക് 2 പീസ് ഏകദേശം അളവെടുക്കാം. ഇനി 1 അടി വലുപ്പത്തില് 4 3/4 x അരയുടെ 4 പീസ് ഉണ്ടാക്കണം കേട്ടോ. 1 അടിയുടെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. അതുകൂടാതെ 1.5 അടിയുടെ 1.5 ഫീറ്റിന്റെ ഫീറ്റ് ഇൻറ്റു 2 എന്നോയ്സ്. ഇത് 3/4 അരയുടെ റീപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ അരക്കരയുടെ കട്ടിങ്ങുകളാണ്. അരക്കര നമ്മൾ അത് 1.5 അടിക്ക് തന്നെ 4 പീസ് കട്ട് ചെയ്യാൻ പോകും. ഇനി അരക്കര തന്നെ നമ്മുടെ ഒരു അടിയും 3 ഇഞ്ച് വലുപ്പത്തില്, 1 അടി 3 ഇഞ്ച് വലുപ്പത്തില് 3 പീസ് അരക്കര കട്ട് ചെയ്തെടുക്കണം. ഏകദേശം നമുക്ക് ഒരു 75% നമ്മുടെ കട്ടിങ്ങുകളും കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം കണ്ടില്ലേ, 1 അടി നീളത്തില് 4 പീസ് നമ്മൾ 3/4 കര കട്ട് ചെയ്തു. അതേപോലെ തന്നെ 1.5 അടി നീളത്തില് 2 പീസ് നമ്മൾ 3/4 കര കട്ട് ചെയ്തു. 1.5 അടി നീളത്തില് 4 പീസ് അരക്കര നമ്മൾ കട്ട് ചെയ്തു. 1 അടി 3 ഇഞ്ച് നീളത്തില് 3 പീസ് നമ്മൾ അരക്കര കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 സെക്ഷനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് രൂപരേഖ ആക്കിയതിന് ശേഷം നമ്മൾ ആണി കൊണ്ട് അടിച്ചെല്ലാം റെഡിയാക്കിയതിന് ശേഷം 2-3 കട്ടിങ്ങുകളുണ്ട്. അത് നമുക്ക് വരുന്ന ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഏകദേശം നമ്മൾ 3/4 കര നമ്മളിങ്ങനെ വെച്ചു. അതായത് 4 പീസ്, 1 അടി നീളത്തിൽ 4 പീസ് എടുത്തതിൽ 2 പീസ് എടുക്കുന്നു. പിന്നെ 1.5 അടി നീളത്തിൽ എടുത്തിട്ടുള്ള വേറെ പീസ് ഇതിന്റെ മേലിൽ വെക്കുന്നു. ആണി കൊണ്ട് അതിനെ കണക്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ഇതൊരു കറക്റ്റ് 90 ഡിഗ്രിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് 2 ആണി വെച്ച് വീണ്ടും ഒന്ന് ഉറപ്പിക്കുകയാണ്. ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ 4 പീസ് 1.5 അടി വീതം, 1.5 അടിയുടെ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ മേളിലേക്ക് കണക്ട് ചെയ്യാണ്. 1.5 അടിയുടെ
രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പിലേക്ക് ആക്കി ഇതിന്റെ മേളിലേക്ക് വെക്കുന്നു. ഏകദേശം ഇവിടുന്നുള്ള ലെങ്ത്തും ഇവിടുന്നുള്ള ലെങ്ത്തും ഏകദേശം തുല്യമാവുന്ന രീതിയിൽ എടുത്ത് പിന്നെ നമ്മുടെ മുള്ളാനി അടിക്കണം. ഇപ്പൊ ഏകദേശം ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് ഷേപ്പിലേക്ക് രണ്ട് പീസ് എത്തിയിട്ടുണ്ട്. ഇനി ഇവ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് താഴെ ലോഡാവാതിരിക്കാനായിട്ട് രണ്ട് കട്ട താഴെ വെച്ചിട്ട് വേണം ഇതിന്റെ മേളിൽ പിടിപ്പിക്കാനായിട്ട്. ഏകദേശം രണ്ട് കട്ട നമ്മൾ എടുക്കുന്നുണ്ട്. ഇവ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മുക്കാലിൻ്റെ വരാടെ രണ്ട് പീസും കൂടി കട്ട് ചെയ്യാണ്. ഏകദേശം ഒരടി നീളവും ഒരടിയും 2 ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവാണ്. വെച്ചടിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഈ രണ്ട് പീസിൽ, അതായത് ഒരടിയും 2 ഇഞ്ച് നീളമുള്ള ഈ പീസിൽ രണ്ടറ്റത്തും രണ്ട് മുള്ളാണി ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ച് പകുതിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതിന്റെ മേളിലേക്കുള്ള റൂഫിന്റെ ഒരു പീസുകളാണ്. 3 പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 3 പീസുകൾ, അതായത് ഒരടി നീളവും 3 ഇഞ്ച് നീളത്തിലുള്ള 3 പീസുകളാണത്. അത് പിടിപ്പിക്കാൻ പോവാണ്. ഏകദേശം ഇതിന്റെ അറ്റത്ത് ഒരു സപ്പോർട്ടായിട്ട് ഒരു വേറെ പീസ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് അടിക്കാനായിട്ട്, അല്ലെങ്കിൽ താഴേക്ക് പോകും. ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഇത് സൈഡിലൊക്കെ ജസ്റ്റ് പിടിപ്പിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ സാധനം കറക്റ്റ് അടിക്കാൻ പറ്റില്ല. ഗ്യാപ്പിലേക്ക് രണ്ട് പീസും കൂടി ആഡ് ചെയ്യണ്ടേ. കുറച്ച് പുല്ല് നിലത്ത് പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. അതേ വലുപ്പം തന്നെ. അതായത് നമ്മുടെ പുൽക്കൂടിന്റെ ഫ്രെയിമിന്റെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മേളില് പുല്ല് വെക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട്. അത് പുല്ല് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. പുല്ല് കട്ട് ചെയ്യാൻ പോവാം നമുക്ക്. ഓക്കെ, പുല്ല് കുറച്ചിട്ട് വരാം. വാ, അപ്പൊ നമുക്ക് പുല്ലരിഞ്ഞിട്ട് വരാം. പക്ഷെ അന്നേരൊക്കെ അടിപൊളിയായിട്ട് പുല്ലുണ്ടായിരുന്നട്ടാ. തീരെ പുല്ലില്ല, ശോകം പുല്ലാവട്ടോ.
മേയാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പുൽക്കൂടിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെറും 100 രൂപ മുടക്കിക്കൊണ്ട് നിർമ്മിച്ച ഈ പുൽക്കൂടിന്റെ പണി ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയ വീഡിയോവുമായി, പുതിയ കാഴ്ചകളുമായി ട്രാവൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയുമായി